ഗൈസ് അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ്. അപ്പോൾ ഇത് തന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ ആണ്. ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോ എന്ന് പറയാൻ പറ്റൂല. എൻ്റെ ഒരു സ്വഭാവം വെച്ച് ഞാൻ അവിടെ നിന്ന് എല്ലാ ഗിഫ്റ്റും അൺബോക്സ് ചെയ്തിരിക്കണം കേട്ടോ. അപ്പോൾ അത് നിങ്ങളെ കൂടി കാണിക്കാൻ വിചാരിച്ച്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഫസ്റ്റ് തന്നെ എൻ്റെ ഫ്രണ്ട് ജാസ്മിൻ തന്നതാണ് കേട്ടോ. ഒരു ഫ്രെയിമാണ് അവൾ തന്നത്. ഇതാണ് കേട്ടോ ആ ഫ്രെയിം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായേ. പിന്നെ നമ്മുടെ ഇത് എല്ലാ കുട്ടികളും തന്നത് ഞാനൊരു ചെറിയൊരു ബോക്സിലാക്കി വെച്ചതാണ്. ഞാൻ കാണിച്ചു തരാം ഓരോന്നായിട്ട്. അയ്യോ, ഇത് ഓടിപ്പോയി. ഗൈസ്, ഫസ്റ്റ് തന്നെതാ ഇങ്ങനത്തെ കുറച്ച് ഇറേസേഴ്സാണ്. പിന്നെ ഗൈസ് ഇതുണ്ട് ഒന്ന്. പിന്നെ ഇങ്ങനത്തെ വൈറ്റ് ഇറേസേഴ്സാണ് നോർമല്. പിന്നെ ഗൈസ് ഇങ്ങനത്തെ കുഞ്ഞു ക്യൂട്ടായിട്ടുള്ള കുറച്ച് ഇറേസേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഓരോ ആൾക്കാർക്ക് തന്നതാണ് കേട്ടോ. പിന്നെ ഒരു ഷാർപ്നർ ഉണ്ട്, വീണ്ടും ഒരു ഷാർപ്നർ, പിന്നെ ഒരു ഷാർപ്നർ. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ആക്കിയാൽ ഇവിടെ നിന്ന് ഇങ്ങനെ വരും ഗൈസ്. പിന്നെ ഗൈസ് ഇങ്ങനത്തെ ഉണ്ട്. ഈ ഒരു സൈഡും ഇറേസറാണ്. പിന്നെ ഈ ഒരു സൈഡ് നമുക്ക് ഇത് തുറന്നിട്ട് ഇതാക്കാം. പിന്നെ ഇതിങ്ങനെ ആക്കിയിട്ട് ഇത് ഒഴിവാക്കാം. അപ്പോൾ ഗൈസ്, ഇറേസേഴ്സും ഷാർപ്നേഴ്സും ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്തയിലേക്ക് കിടക്കാം. ഇനി ഗൈസ് നമുക്ക് കുറച്ച് ജ്വല്ലറിയിലേക്ക് കിടക്കാം. ഇത് എൻ്റെ ഒരു ഫ്രണ്ടാകുന്നതാണ് കേട്ടോ. ഈ 2 ബാൻഡ്, പിന്നെ ഇതാ ഈ ഒരു 2 ബണ്ണുണ്ട്, പിന്നെ ഒരു റിങ് ഉണ്ട് ഗൈസ്. അത് ഞാൻ ഇട്ട് കാണിച്ചു തരാം. എനിക്ക് കറക്റ്റ് ഫിറ്റാണ് കേട്ടോ. പിന്നെ ഗൈസ് എനിക്ക് കുറച്ച് ഇയറിങ്സും, കുറച്ചൊന്നുമില്ല, ഒരു 2 സെറ്റാണ്. ഇതാ ഒരു സെറ്റ് ഇത്. രണ്ടാമത്തെ പിന്നെ 2 സെറ്റ് ഇതാണ്, എന്തൊരു സ്റ്റഡാണ് കേട്ടോ. പിന്നെ ഗൈസ് ഒരു നല്ല മാല ഉണ്ട്. പിന്നെ ഗൈസ് 2 ഒരു കമ്മലും ഉണ്ട്. ഗൈസ് വേറെ ഒരു മാല ഉണ്ട് കേട്ടോ, ഞാൻ അപ്പം കാണിച്ചരേ ഗൈസ്. പിന്നെ ഈ ഒരു മാലാണ്. ഇത് നമുക്ക് നല്ല എയറായിട്ട് ഇടാം. പിന്നെ ഇതാ ഇതേപോലെ എടുത്തോളൂ. കയ്യില്ല എടുത്ത പാതു, ഞാൻ ഇവിടെ വീഡിയോ എടുക്കണമെങ്കിൽ ഇത് സെറ്റായിപ്പോയി. ഗൈസ് 2 ലെയറായിട്ട് ഇടാം. ഇത് നമ്മളെ ഇമ്മി ശരിയാക്കുന്നതാണ്. ഇനി പിന്നെ ഉള്ളത് ഗൈസ് ഇതാ കുറച്ച് ക്ലിപ്പാണ്. ഒരു ക്രാബ് ഉണ്ട്. പിന്നെ ഇതാ ഇങ്ങനത്തെ 2 സാധനമുണ്ട്. പിന്നെ ഗൈസ് 2 ചെറിയ ബണ്ണും ടിക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര ക്യൂട്ടാട്ടോ ഈ ഒരു ബണ്ണ് കാണാൻ. ജ്വല്ലറി ഐറ്റംസ് ഇത്രേ ഉള്ളൂ. പിന്നെ ഗൈസ് ഈ ഒരു കീ ചെയിൻ ഉണ്ട്. ഇവിടെ മനുഷ്യന് ഒറ്റക്ക് കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുമ്പോൾ ഒരുത്തനത് വെട്ടി വിഴുങ്ങാണ്. നല്ല എഗ് റോസ്റ്റും ചപ്പാത്തി. എനിക്കൊന്നും വേണ്ട എൻ്റെ ഉണക്ക ചപ്പാത്തി. പിന്നെ ഗൈസ് എനിക്ക് ഉള്ളതിൽ ഏറ്റവും ക്യൂട്ടായിട്ട് തോന്നിയൊരു സംഭവമാണ് കേട്ടത്. ഇതിന് വേറൊരു പ്രത്യേകത ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഞാൻ ലൈറ്റ് ഓഫ് ആക്ക് ഗൈസ്, ഇപ്പം കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ, നല്ല രസമില്ലേ കാണാൻ? എന്നോട് വെച്ചില്ല ഗൈസ്. എനിക്ക് അനിയനില്ല. അങ്ങനെ ഇപ്പോൾ വെക്കണ്ട. എനിക്ക് വേറെ കഴിച്ച വേണമെങ്കിൽ വാങ്ങിക്കോ. അതങ്ങനെ ആവൂല. അങ്ങനത്തെ ഒരു സാധനമാണ്. എനിക്ക് അനിയനില്ലല്ലോ ഗൈസ്, അതുകൊണ്ട് ഇവനെ കാട്ടാൻ പറ്റൂല. എന്താടാ എന്താടാന്ന് വെച്ചിങ്ങനെ കളിക്കാം. നീ അതെടുക്കരുത്, അതെടുത്ത്
ഗൈസ് അപ്പോൾ നമുക്ക് അടുത്ത സാധനത്തിലേക്ക് കിടക്കാം. അടുത്തത് ഗൈസിൻ്റെ ദീദിമാർ തന്നതാണ് കേട്ടോ. തരാം ഗൈസ്. എനിക്ക് ക്രാഫ്റ്റിനോട് നല്ല താല്പര്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് സാധനം എന്ത് സാധനമാണെങ്കിലും ഞാൻ എൻ്റെ ദീദിനോടാട്ടോ ചോദിക്കൽ. അപ്പോൾ ദീദി ഒരു തുടങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനം എനിക്ക് വാങ്ങി തന്നതിന്. എന്തേലും ദീദിൻ്റെ അക്കൗണ്ടിൻ്റെ പേര് നെക്സ്ഗ്രാപ്പ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ. അപ്പോൾ ആദ്യം നല്ല ക്യൂട്ടായിട്ടുള്ള മണി പൗച്ചാണ് കേട്ടോ. നല്ല ക്യൂട്ടല്ലേ ഇത് കാണാൻ അല്ലേ ബാധു? ക്രാഫ്റ്റ് തുടങ്ങാൻ പോവാണ്. ഞാൻ ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ പഠിക്കാം. ഓ എനിക്ക് വല്ല ജോലി ഉണ്ടോ ബാധു? എന്നെ കൊണ്ട് എന്ത് പറ്റും? ഈ ഇറങ്ങിപ്പോയിക്കോ. എന്നെ കൊണ്ട് അതേ പറ്റൂ. ഇങ്ങനെ വെട്ടി വീങ്ങാൻ വേണ്ടിയിട്ട്. അന്നീ മരിക്കും. വൺ ഡേ പറഞ്ഞു. എന്തായാലും എല്ലാവരും മരിക്കണല്ലേ. അപ്പോൾ ഗൈസ് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. പിന്നെ ഉള്ളത് ഗൈസ്, ഇനി വരുന്ന സാധനത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഉപകാരങ്ങളൊക്കെ അറിയാം. ചാക്കുന്നൂലല്ലേ എനിക്കറിയാം. ഗൈസ് ഇതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ മേലെ ഇങ്ങനെ 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 ആക്കണം. ഈ ബോർഡ്. പിന്നെ ഗൈസ് ഇതാ സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഇതൊക്കെ എൻ്റെ ദീദിമാർ സ്പോൺസർ ചെയ്തതാണ്. അതന്നെ രസല്ല വാത് മാറിയിട്ടുള്ളൂ. മുമ്പേ അവിടെ ഇരുന്ന് ചിരിക്കും. എന്നെ കൊണ്ടേടാ മാറിപ്പോയതാണ്. പിന്നെ ഗൈസ് ബ്രഷ് പെൻസ് ഉണ്ട്. ഇവിടെ ആരും മുട്ട റോസ്റ്റും ചപ്പാത്തി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഇട്ടില്ല. ആൻഡ് സ്പൈസി. ഗൈസ് ഇതാണ് ബ്രഷ് പെൻസ്. പോടാ ശരിക്കും ഗൈസ്. ഇതിൻ്റെ പ്രത്യേകത അതാണ് ഗൈസ്. ഇങ്ങനെ തട്ടിയാലും വീയാത്ത സാധനമാണിത്. പക്ഷെ എന്തായാലും വീയിട്ടു. പോടാ. അപ്പോൾ ഗൈസ് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്നത് നല്ല ക്യൂട്ടായിട്ടുള്ള എന്താണെന്ന് അറിയാം. എന്ത് നല്ല എന്നെക്കൊണ്ടൊന്നിനും കഴിയില്ല. തിന്നണ സാരല്ലേ ക്യൂട്ട്. ഓക്കെ ഗൈസ്. സൂര്യനായി തഴുകി ഉറക്കുമെന്നച്ഛനെയാണ് എനിക്കിഷ്ടം ഗൈസ്. പിന്നെ ഗൈസ് ഇതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ. കുറോമി എന്താണെന്ന് അറിയൊക്കെ? കുറോമി അറിയില്ല, ക്യൂട്ട് അറിയില്ല. എന്നാ എന്നോട് യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, ഫോണിനെ പറ്റിയിട്ട് എന്നോട് ചോദിക്കടാ. ഫോണിന്റെ ബാറ്ററി പെർസെന്റേജ് എങ്ങനെ നോക്കല്? ആ സ്ക്രീന് കാണൂ. അങ്ങനല്ല, ബാറ്ററി ഹെൽത്ത് ഫോൺ പൊട്ടിക്കണം എന്നിട്ട് കാണണം. അടുത്ത ചോദിക്കും യൂട്യൂബിനെ പറ്റിയിട്ട് ഏത് സബ്സ്ക്രൈബേഴ്സ് എന്നോട് ചോദിക്കരുത്. പക്ഷേ ആരൊക്കെ ഉണ്ടെന്ന് എന്നോട് ചോദിക്കി. കേൽബ്രോ, രണ്ടാമത് ബിജു ഭായ്, ജിയോ മച്ചൻ. കുറോമി എന്താ? കൈയെടുക്ക്. ക്രോമി അല്ല, കുറോമി വായിക്കാൻ അറിയില്ലതാ. KUROMI. കുറോമി പറഞ്ഞ ഒരു കാർട്ടൂൺ ക്യാരക്ടറാണ്. അത് ഞാനന്ന് പറയണേ കേട്ടതല്ലടാ. എന്ന് പറയണ ഞാൻ കേട്ടിട്ടൊന്നുമില്ല. ഗൈസ് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ബുക്കാണ് കേട്ടോ. ക്യൂട്ട് വരെ അറിയില്ല എനിക്ക്. അടുത്തത് ഗൈസ്, ഇനി നമുക്ക് ക്രാഫ്റ്റ് ഐറ്റംസിലേക്ക് അടുക്കാം. നല്ല എഗ് റോസ്റ്റും ചപ്പാത്തി. എടാ അതിൻ്റെ കാര്യം ഇവിടെ ആരും ചോദിച്ചിട്ടില്ല.
ഗൈസ് ഒരു ടാപ്പ് ഉണ്ട്, പിന്നെ അയ്യോ പിന്നെ ഗൈസ് കുറച്ച് കളർ പേപ്പറും ഗിൽറ്റ് പേപ്പറും ഉണ്ട്. egg one all ഓക്കെ. അടുത്തതായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഗൈസ് ഒരു ചാർട്ട് പേപ്പറിന് അങ്ങനത്തെ ഒരു പേപ്പറാണിത്. നല്ല ഡിസൈനൊക്കെ ഉള്ളത്. 1 ഡിസൈൻ ഇതാണ്, 2 ഡിസൈൻ ഇതാണ്, 3 ഡിസൈൻ ഇതാണ്. കറിമുക്കല്ല എന്തിനാണ് നെസ്ഗ്രാപ്പ് ചെയ്താലേ വാങ്ങിക്കൊടുത്ത് ഒരു ഉപകാരം 3 ഒരാഴ്ച അവിടെ കൊടുത്തു. അതിന്റെ അടിയിൽ ഇങ്ങനെ ഉണ്ടാവും, ഒരു ഉപകാരം. പിന്നെ അതിനെ തൊള്ളേ കൊണ്ടുപോയത് വെക്കാം. വായ നോ മൗത്ത്. പിന്നെ ഗൈസ് കവായി സ്റ്റിക്കേഴ്സ് ഉണ്ട്. ഈ അടുത്ത് നല്ല ട്രെൻഡാണ് ഗൈസ് ഇത്. കവായി ഇതെന്താ അറിയാക്ക്? എടാ ഈ എന്തിനാണ് വന്ന്? ഇവൻ എപ്പോഴാണ് അറിയാം ഗൈസ് ഉറങ്ങി എണീച്ചത്? ഇപ്പം സമയം 10:20. ഇവൻ എപ്പോഴാണ് ഉറങ്ങി എണീച്ചത്? 10 മണിക്ക് ഇവൻ ഉറങ്ങി എണീച്ച്. എന്നിട്ട് ഇവൻ എന്താ അറിയോ, ഞാനിവിടെ സബിൽ പാട്ടും കേട്ടിരിക്കുക. എൻ്റെ അടുത്ത് വന്നിങ്ങാണ്ട് ഇങ്ങനെ ഇരിക്കും, പല്ലും തേക്കാതെ. എനിക്ക് ഇഷ്ടമല്ല പല്ലേക്കാത്തവരിക്കാം. പൗഡർ തോത്ത് വീഡിയോ എടുക്കണം, പൗഡർ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് ആയിക്കോട്ടെ. ഞാനില്ലേ വെറുതെ ഒന്ന് ഇട്ട് നോക്കിയത്, അപ്പൊ ഒരു ഇട്ടക്കേട്. ചുട്ടതും വെച്ച് അത് തിന്നാൻ കൊടുക്കണതും വെച്ച്. ഗൈസ് നമ്മൾ വഴി തെറ്റി വരുന്നു. പിന്നെ ഗൈസ് ഉള്ളത് നമ്മുടെ ക്രാഫ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ഒട്ടിക്കുന്ന മുത്ത്. പിന്നെ നമുക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള, ക്യൂട്ട് എന്ന് പറയുമ്പോൾ ബാധുവിൻ്റെ നെഞ്ചിങ്ങനെ പിടയാ. ക്യൂട്ടിന്റെ അർത്ഥം ഞാൻ പറഞ്ഞിട്ടേ, നല്ല എന്താണ് ഇതാ ഇങ്ങനത്തെ സാധനത്തിനൊക്കെയാണ് ക്യൂട്ട് എന്ന് പറയുന്നത്. ഗൈസ് ക്യൂട്ടിന്റെ അർത്ഥം അറിയണവര് താഴെ കമന്റ് ചെയ്യാം. ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ഗൂഗിൾ വലിയൊരു അർത്ഥം കൊടുത്ത് തരും. അത് പഠിക്കാൻ തന്നെ ഒരാഴ്ച ആവും. സ്വിച്ചിന്റെ അർത്ഥം എന്ന് പറയും. അല്ല ഈ സ്വിച്ചിന്റെ അർത്ഥം എന്ന് പറയും വൈദ്യുതി പ്രവർത്തിപ്പിക്കുന്ന സാധനം. യന്ത്രം അല്ല, യന്ത്രമല്ല, നിയമം. പിന്നുള്ളത് ഒരു റിബണാണ്. പിന്നെ ഗൈസ് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണിത്. ടാപ്പ് ഗൈസ്. ഇതിങ്ങനെ ഒട്ടിക്കും ഗൈസ്, കണ്ടില്ലേ? ഒട്ടൂല. ക്യൂട്ട് മീൻസ് എന്താണെന്നറിയോ? തിന്നറക്ക് ഗൈസ്. ഇത്രേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ദീദിമാർ ഗിഫ്റ്റ് ചെയ്തത്. എനിക്ക് ക്രാഫ്റ്റിനോട് ഭയങ്കര എന്ന് വെച്ചാൽ എനിക്ക് നല്ല ഇഷ്ടമാണ് ക്രാഫ്റ്റ്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കമായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് അവർ തന്നത് കേട്ടോ. അപ്പോൾ താങ്ക് യു ഗൈസ്. അപ്പോൾ ഇതുപോലെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് തന്നിക്കണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ